വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മോർണിംഗ് തൊട്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ എഴുന്നേക്കാൻ ലേറ്റായി. ചാക്കോച്ചിന് ഇന്നലെ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു വാക്സിൻ എടുത്തിട്ട്. അല്ലേ ചാക്കോ? ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. ഇപ്പം 12:45. വെയിലൊന്നുമില്ല. എന്തോ ഒന്നുമില്ല. അപ്പോൾ അവരൊക്കെ പുറത്ത് ഷോപ്പിങ്ങിന് പോയി കാണും. സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയേക്കാം. അപ്പം ഞാനോർത്തു ഒരു സൈഡിൽ നിന്ന് പതുക്കെ പുല്ല് പറിച്ചു തുടങ്ങാം. ഭയങ്കരമായിട്ട് പുല്ലായി. എന്തോ ചാക്കോനെ ഹായ്. അപ്പം അവന് മാക്സിമം കാലിന് ആക്ടിവിറ്റി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉമ്മ. കാരണം കാല് അനങ്ങിക്കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അവൻ തന്നെ ഇതാണെങ്കിൽ അവന് വണ്ടി ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഒരു മൂലയ്ക്കൊന്ന് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതേ ഇങ്ങനെ കിടക്കുകയാണ്. എത്ര ദിവസത്തേനാണെന്ന് അറിയില്ല, നോക്കാം. വെയിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ചോറ് വെച്ചു, കറിയൊക്കെ നല്ല വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരുമ്പം ചോറുണ്ടാന്ന് പറഞ്ഞൊരു ജോലിയേ ഉള്ളൂ. അല്ലേ ചാക്കോ? ഇഷ്ടമായോ? കുത്തി വെച്ചോ ചാക്കോനെ? കുത്തി വെച്ചാ? അപ്പം ഞങ്ങൾ പുല്ല് പറിക്കട്ടെ. കുറച്ച് നേരം ഞങ്ങൾ പുല്ല് പറിച്ചു. ചാക്കോച്ചിനും വളരെ ഗുഡ് ബോയ് ആയിട്ട് സഹായിച്ചു. ഞാൻ അകത്തുനിന്ന് എൻ്റെ വണ്ടി അകത്തുനിന്ന് ഒരു കുഞ്ഞ് സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്നു. കണ്ടിന്യൂസ് മുട്ടൂത്തി ഇരിക്കാൻ പറ്റണില്ല. വിയർത്തു. പകുതി വരെ ക്ലീനായി. എന്തോ ആരാ? ചാക്കോ ചീഞ്ഞിട്ടായിരിക്കണം. ചാക്കോനെ കുളിപ്പിക്കണം ഇനി. അല്ലേ ചാക്കോ? ഒരുവിധം ക്ലീനായി. ഈ സൈഡൊക്കെ ഫുൾ. നടുക്കത്തെ പുല്ല് പറിച്ചിട്ടില്ല കേട്ടോ. ഈ സൈഡും ഒരു പകുതി വരെ ഓക്കെ ആയി. ബൈ, സിയോ. കൈയൊക്കെ പോയി കഴുകണം. ശരിയായി ഫുള്ള്. ഭയങ്കര ചൂട്, മഴക്കാറാണ് ഭയങ്കര. അപ്പം ഞാൻ ഒരു 7 മണിയായപ്പം അടുക്കളയിലേക്ക് കയറി. മമ്മി ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ചെമ്മീൻ നന്നാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. കഴുകി വെച്ചതാണ്. അതിൻ്റെ നടുക്കുള്ള വേസ്റ്റ് കളയണമല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വൃത്തിയായിട്ട് ടേസ്റ്റും വയറിനും പ്രശ്നമാവും. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അത് ചെയ്തിട്ട്. സൺഡേ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു കേട്ടോ. ഈ സൺഡേ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാധാരണ ഞാൻ ക്ലീൻ ചെയ്യും, ഡിമ്പിൾ കുക്ക് ചെയ്യും, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കഴുകിയിട്ട് അങ്ങനെ ഫ്രീസറിൽ കയറ്റി വെച്ചു. ഇന്നലെ അപ്പം എനിക്ക് തോന്നുന്നു ഇന്നലെ ഒന്ന് രാവിലെ ഡിമ്പിൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി എടുക്കാനാണെന്ന് പറഞ്ഞു. പക്ഷേ ഡിമ്പിളും പാച്ചും പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിമ്പിൾ വന്നപ്പോൾ ഡിമ്പിൾ എന്നോട് വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വേഗം ചില്ലി പ്രോൺസ് ആക്കിയിട്ടോ. ഞാനായതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ കറിയുടെ കൂടെ പോകുമെന്നൊരു സംശയമായി. പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില്ലി പ്രോൺസ് വെച്ച് ഡിമ്പിൾ ക്യാപ്സിക്കം ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നധികം എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് പോട്ടെ, ഒരു സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കാമെന്ന്. അപ്പോൾ നമുക്കിനി ആ ഒരു സ്കിൻ കെയർ റൊട്ടീൻ കണ്ടാലോ? ഇന്നത്തെ വീഡിയോ ബാത്റൂമിൽ നിന്നാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു, അത് നിങ്ങൾ കണ്ടു കാണും. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ആസ് യൂഷ്വൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. സൗണ്ട് പോയി, പിന്നെയും സൗണ്ട് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുളിച്ച് ഫ്രഷായി. അപ്പം ഞാൻ രാത്രിയും രാവിലെയും ഒക്കെ ഈ ഒരു ഫേസ് വാഷാണ്, എത്തിഗ്ലോയുടെ സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലോറിയിൽ ഉപയോഗിച്ചപ്പോഴും നല്ലതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ എത്തിഗ്ലോ വാങ്ങിച്ചോളൂ, സ്കിൻ വൈറ്റനിങ് ഡീപ്പ് ക്ലെൻസിങ് ഫേഷ്യൽ ഫോം കേട്ടോ. നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് എനിക്ക് എൻ്റെ ഫേസിൽ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് മുഖം കഴുകുക. വീക്ക്ലി വൺസ് ഒക്കെ ഞാനിപ്പം ഫേസ് സ്ക്രബ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ട്വൈസ്. പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നമ്മുടെ കോഫർട്സിൻ്റെ ഈ ഒരു സ്നെയിൽ എസൻസ് യൂസ് ചെയ്യും. അതൊരു നിർബന്ധ ഘടകമാണ്. ഒരു 3.5 പമ്പ് ഞാൻ എടുക്കും. ശരിയത് തീരേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഞാനത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്രേക്ക് മൊത്തത്തിൽ
വീഡിയോയ്ക്ക് വന്നു, സ്കിൻ കെയറിനും വന്നു കേട്ടോ. അപ്പം നല്ല കുശാലായി, സ്കിന്നിനും നല്ല അടിപൊളി സുഖമായിരുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്ക് അങ്ങ് അപ്ലൈ ആവും കേട്ടോ. അബ്സോർബ് ആകും, അപ്ലൈ അല്ല അബ്സോർബ് ആകും. കുറെ പേര് യൂസ് ചെയ്തിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ഒരു ബ്രൈറ്റ് ഹെൽത്ത് റേഡിയൻസ് ബ്രൈറ്റനിങ് കംഫർട്ട് ക്രീമാണ്. ഇത് ഒറ്റ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതും ശരിക്കും തീരേണ്ട സമയം കഴിഞ്ഞതുണ്ടാവും. വടിച്ച് ഊറ്റിയെടുത്തു. അതിന് കുറച്ച് നാൾ യൂസ് ചെയ്യാതിരുന്നത് നന്നായി, അതുകൊണ്ട് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റി. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സൈഡാണ്, പക്ഷെ ഞാൻ നൈക്ക ഓഫറിലാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് നല്ലതാണ് ഫേസിന്. പിന്നെ ഈ പറഞ്ഞ പോലെ സീസണിലാണ് എനിക്ക് ഓരോ ക്രീമും പിന്നെ നമ്മൾ കണ്ട് ചിലപ്പം ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിഷ്ടമായിട്ടായിരിക്കും ഞാൻ വാങ്ങിക്കുക. അങ്ങനെയാണ് ഒട്ടനവധി സാധനങ്ങൾ വാങ്ങിക്കുക. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂടുമുണ്ട് മഴയുമുണ്ട്. ഇന്ന് ഞാൻ ആ പുല്ല് പറിക്കാൻ പുറത്തു നിന്നിട്ട് എൻ്റെ മാതാവ് എനിക്കറിയത്തില്ല ഉരുകി തീരായിരുന്നോ എന്താ. പക്ഷെ അത് വെയിലില്ല, പക്ഷെ ഭയങ്കര ചൂട്. അപ്പം ഞാൻ ഡെയിലി രാവിലെ ഇപ്പം ഒട്ടും സ്കിപ്പ് ചെയ്യാത്തൊരു സംഭവമാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞത്. അക്വാളജിക്കയുടെ സൺസ്ക്രീനാണ്, ഡ്യൂലി സൺസ്ക്രീനാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്. ഞാൻ മറ്റേ ലാക്മിയുടെ യൂസ് ചെയ്യുന്നുണ്ട്, മാമാർത്തിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞു വന്നപ്പം ഇപ്പം ഇതെടുത്തു. കാരണം ഇത് രണ്ടെണ്ണം എനിക്ക് സൺസ്ക്രീൻ ആള് തന്നത് ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അത് തീർന്നിട്ട് വേറെ വാങ്ങിച്ചാൽ മതി. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷന് കുറേ സംഭവങ്ങളുണ്ട്. ഒരു നല്ലൊരു ലുക്ക് കിട്ടും. ഇത് മാത്രം ഇട്ടാലും മുഖത്തൊരു ഷൈനിങ് ഫീൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇതിന് 599 ആണ് കോസ്റ്റ് വരുന്നത്. ഓഫറിലൊക്കെ നൈക്കയിൽ നല്ല ഇതിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വാങ്ങിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. പാരബൻ ഫ്രീ ഒക്കെയാണ് സാധനം. അപ്പം ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് പോകേണ്ട ഒരു കാര്യമായിട്ട് മാറിയേക്കാണ് ഇപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ ഇതും ആ ഒരു ഫ്രണ്ട് തന്നാണ് ലിപ് ബാം. ആക്ച്വലി സ്ലീപ്പിംഗ് മാസ്ക് ഉണ്ട്, അത് അപ്പുറത്തെ റൂമിലാണ് ഇരിക്കുന്നത്. അതിൽ ഞാൻ ഇതാണ് കൂടുതൽ ഇടാറ്. കാരണം അത് ഡോൺ ചാട്ടിന് ഏറ്റെടുത്തിരിക്കുകയാണ് സാധനം. ഇതെല്ലാം കുറച്ച് കോസ്റ്റ്ലി സൈഡാണ്. ഞാൻ പറഞ്ഞ പോലെ സ്നേഹത്തിൽ ഒരാൾ തന്നത് കൊണ്ട് അതിങ്ങനെ ഉപയോഗിക്കുന്നു. തീരുമ്പോൾ നോക്കണം, വേണമെങ്കിൽ ചിലപ്പോഴേ ഞാൻ വാങ്ങിക്കുള്ളൂ. പക്ഷെ ഞാൻ ഇതുമായിട്ട് ഭയങ്കര സിങ്കായി. ഞാൻ വളരെ കുറച്ച് ഞാൻ തേക്കുള്ളൂ, തീർന്നു പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇനി നമുക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് വർത്താനം പറയാം. അപ്പോൾ നമ്മുടെ ഈ റൂമിലെ ലൈറ്റ് ഇതുവരെ റെഡി ആയിട്ടില്ല. എന്നാൽ അവർ പോയിട്ട് ബൾബുകളൊക്കെ മേടിച്ച് ട്യൂബ് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഡാഡി നാളെ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പ്രകാശം വരും എന്ന് വിചാരിക്കും. പ്രകാശം വരുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇനി എന്താ പറയുക, ഡ്രസ്സ് മാറുക. ഒരു തോമുന് നാളെ സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സ് എടുത്തു വെക്കും. ചാക്കോച്ചനും രാവിലെ ഇടാനുള്ളത് എടുത്തു വെക്കും. എനിക്കും ഇടാനുള്ളത് എടുത്തു വെക്കും. കാരണം കബോർഡ് തുറക്കുമ്പോൾ ചില സമയങ്ങളിൽ ശബ്ദം വരും. അപ്പോൾ അത് കേട്ടിട്ടായിരിക്കും ചാക്കോ എണ്ണീക്കുക. ഇന്ന് സത്യം പറഞ്ഞാൽ എഴുന്നേറ്റത് ലേറ്റ്. കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ചാക്കോ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് ഒന്ന് ഉറങ്ങി വരുമ്പം അവൻ വീണ്ടും എഴുന്നേക്കും. അതായത് കാലനക്കാൻ പറ്റാഞ്ഞിട്ട് കരയുന്നതാണ് കേട്ടോ. ഇന്നത്തേക്കിന് അവൻ ഫാർ ബെറ്റർ ആയി. എന്നാലും ചെറിയൊരു പനിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് ഈ പറഞ്ഞ രാവിലെ ഡിമ്പിള് പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ അവർ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് അവർ വന്നതിന് ശേഷമാണ് കേട്ടോ അവർ വന്നത്. പിന്നെ പറയുന്ന പോലെ പല കാര്യങ്ങളുമായിട്ട് സ്പ്ലിറ്റ് ആയി. ഇന്ന് രാത്രി മമ്മി ഉച്ചയ്ക്ക് വന്നപ്പോൾ നമ്മുടെ ബേബി സണ്ണിൽ നിന്ന് നാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രോൺസ് ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് വേഗം ക്ലീൻ ചെയ്തിട്ട് ഞാനത് കഴുകി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേസ്റ്റ് ഒന്നും എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചില്ലി പ്രോൺസ് വെച്ചു. മറ്റേ കാശ്മീരി ചില്ലി ഇല്ലാത്ത കളറില്ലായിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, എല്ലാവരുടെയും വഴിക്ക് തിരിഞ്ഞു. ഇപ്പോൾ പിള്ളേർ ഓൾമോസ്റ്റ് ഉറങ്ങി കാണും. ചാക്കോച്ചന് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേഗം ഉറങ്ങും. അങ്ങനെ പിന്നെ ഇനി നാളെ എന്താണെന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാനിങ് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകണു. വലിയ പ്രശ്നങ്ങളുണ്ട്. ചാക്കോച്ചൻ ബെറ്റർ ആവുന്നുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു ചാക്കോച്ചൻ എങ്ങനെയുണ്ടെന്നുള്ളത്. ചാക്കോച്ചൻ ബെറ്റർ ആവുന്നുണ്ട്.
അവർ പറഞ്ഞു 2-3 ദിവസം എന്തായാലും കുട്ടിക്ക് ബുദ്ധിമുട്ട് കാണും. തൂമൂനും അങ്ങനെ തന്നെയായിരുന്നു. 1.5 വയസ്സിൻ്റെ വാക്സിൻ കുറച്ച് സിവിയർ ആയിരുന്നു. ഈ പറഞ്ഞ ഇനിയിപ്പോൾ അവർക്ക് ഫസ്റ്റ് സ്കൂൾ നെക്സ്റ്റ് വെനസ്ഡേ വരെ ഉള്ളൂ, അതുകൂടെ കഴിയും. പിന്നെ 2 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മൺഡേ തൊട്ട് സ്കൂളിൽ പോയി തുടങ്ങണം. അതിൻ്റെ ഇടയിൽ ഇനിയും യൂണിഫോം കിട്ടണം. ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. യൂണിഫോം കിട്ടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. കുറേ നാൾ കൂടി ഞാൻ മൈക്ക് ഒന്ന് എടുത്ത് വെച്ചു. കാരണം ബാത്റൂമിലാവുമ്പോൾ എക്കോ അടിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി എക്കോ ആയിരിക്കും, എന്നാലും നമ്മൾ ഓഡിയോയ്ക്കാളും ഡിഫറൻസ് വരും കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു വീഡിയോ ഇടണ്ട, വേണ്ട സാരമില്ല ഇന്നത്തെ പോലെ. പക്ഷെ അങ്ങനെ സാരമില്ല എന്ന് പറഞ്ഞൊരു ദിവസം ഇട്ടാൽ പിന്നെ ഞാൻ അടുത്ത ദിവസമാണ് സാരമില്ല ഇത്രയും ദിവസം ഇട്ടില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പിന്നെ വിടും. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനത് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് സ്കിൻ കെയർ ആയാലും ഒക്കെ. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഫേസ് വാഷ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ നൈക്കയിൽ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചതൊക്കെ. സ്നെയിൽ എസൻസ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. സെറ്റാഫലിൻ്റെയും നൈക്ക ഓഫറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അധിക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല അങ്ങനെ കാര്യമായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.